ഹായ് ഗായ്സ്, എല്ലാവർക്കും മൂവി കാർഡിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി. സെൻസർ ബോർഡിൽ നിന്ന് UA സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ദൈർഘ്യം 3 മണിക്കൂറായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആരാധകർക്ക് ഇതൊരു ആഘോഷം തന്നെയാണ്. ലൂസിഫർ എന്ന സിനിമയുടെ ബിഗ് ബജറ്റ് തുടർച്ചയായ എമ്പുരാൻ റിലീസിനെ ചുറ്റിപ്പറ്റി വലിയ പ്രതീക്ഷകളാണ് ഉയർന്നിരിക്കുന്നത്. മോഹൻലാൽ പൃഥ്വിരാജ് കോമ്പിനേഷൻ വീണ്ടും ഒന്നിക്കുന്ന ഈ ചിത്രം ഗംഭീരമായ ആക്ഷൻ, തിയററ്റിക്കൽ ത്രില്ലർ, ആധികാരിക കഥ എന്നിവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അണിയറ പ്രവർത്തകർ ഈ പ്രോജക്റ്റിനെ കുറിച്ച് വളരെ രഹസ്യപരമായാണ് പരിഗണിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ലഭിച്ചെന്നാണ്. ഒരു ഹൈ ഒക്ടെയ്ൻ ആക്ഷൻ ത്രില്ലർ ആയിരിക്കുന്നതിനാൽ കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും അനുയോജ്യമാകുന്നതിനായി ചില മൃദുവായ പരിഷ്കാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. താരനിര ക്യാരക്ടർ പോസ്റ്ററുകൾ 36 ക്യാരക്ടർ പോസ്റ്ററുകൾ ഇതിനോടകം റിലീസ് ചെയ്തതിൽ കൂടുതൽ ശ്രദ്ധ നേടിയത് സുരാജ് വെഞ്ഞാറമൂടിന്റെ പോസ്റ്ററാണ്. കൂടാതെ ലൂസിഫറിലെ പ്രധാന കഥാപാത്രങ്ങൾ മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, സാനിയ ഇയപ്പൻ, സായി കുമാർ, ഇന്ദ്രജിത് സുകുമാരൻ, ബൈജു എന്നിവരെല്ലാം വീണ്ടും കഥയിൽ തുടരുമെന്നത് ആരാധകരെ കൂടുതൽ ആകാംക്ഷയിലാക്കുന്നുണ്ട്. പുതിയ താരങ്ങൾക്കിടയിൽ ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, അർജുൻ ദാസ് എന്നിവരും എത്തുന്നുണ്ട്. ഇതും ചിത്രത്തെ കൂടുതൽ വലുതാക്കുന്നു. മലയാള സിനിമയുടെ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ സിനിമകളിലൊന്നായ എമ്പുരാൻ പാൻ ഇന്ത്യ ആൻഡ് പാൻ ഇന്റർനാഷണൽ റിലീസ് ലക്ഷ്യമിട്ടാണ് എത്തുന്നത്. നിരവധി ഭാഷകളിൽ ഡബ് ചെയ്യുന്നതിനൊപ്പം വലിയ തിയേറ്റർ കണക്ഷനും മൾട്ടിപ്ലക്സ് റിലീസുമൊക്കെ ആയിരിക്കും ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോസ് ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ വിശേഷങ്ങൾ സൂക്ഷ്മതയോടെ പുറത്തുവിടുമ്പോഴും ഇതിനോടകം പുറത്തു വന്ന ടീസർ, താരങ്ങളുടെ വീഡിയോ പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വരവേൽപ്പാണ് നേടുന്നത്. എമ്പുരാൻ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുമോ? മോഹൻലാൽ വീണ്ടും ആക്ഷൻ അവതാരത്തിൽ ചലച്ചിത്ര രംഗത്ത് അത്ഭുതമുണ്ടാക്കുമോ? ഇതിന് ഉത്തരം കിട്ടാൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മോഹൻലാൽ പൃഥ്വിരാജ് ടീം ഒരുക്കുന്ന എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത് 2025 മാർച്ച് 27-നാണ്. ലൂസിഫർ എന്ന മെഗാ ഹിറ്റിന് ശേഷം അതിന്റെ മുന്നോട്ടുള്ള ഭാഗമായി ഒരുക്കുന്ന എമ്പുരാൻ 2025 മാർച്ച് 27-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണ് എന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പിറക്കു മുമ്പുള്ള കഥയും ലൂസിഫർ അവസാനിച്ച ശേഷമുള്ള സംഭവ വികാസങ്ങളും സിനിമ അവതരിപ്പിക്കുമെന്ന് സൂചനകളുണ്ട്. മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെത്തിച്ച പോസ്റ്റർ സുരാജ് വെഞ്ഞാറമൂടിൻ്റെതായിരുന്നു. ഈ സിനിമ പാൻ ഇന്ത്യൻ ആൻഡ് പാൻ ഇന്റർനാഷണൽ റിലീസായിരിക്കും. ലൂസിഫറിൽ കാണിച്ചതിലും വലിയ ആക്ഷൻ സീക്വൻസുകൾ ഇതിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. 3 മണിക്കൂർ ദൈർഘ്യമുള്ള എമ്പുരാൻ മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ആക്ഷൻ പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരിക്കും. 2025 മാർച്ച് 27-നാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് അഭിനേതാവായ അഭിമന്യു സിംഗ് പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബജറ്റ് ചിത്രം. ബോളിവുഡ് നടൻ അഭിമന്യു സിംഗ് എമ്പുരാൻ സിനിമയിൽ ബൽരാജ് എന്ന കഥാപാത്രമായി എത്തുന്നുണ്ട്. സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. അഭിമന്യു സിംഗിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എമ്പുരാൻ 2025 ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റ് ചിത്രമായിരിക്കും. ഈ സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ച പണം സ്ക്രീനിൽ കാണാനും അനുഭവിക്കാനും കഴിയും. ഓരോ ഷോട്ടും അതിമനോഹരമാണ്. അദ്ദേഹം പൃഥ്വിരാജ് സുകുമാരന്റെ ദൃശ്യാഭിപ്രായം അതുപോലെ തന്നെ ഹാർഡ് വർക്കിനെ പ്രശംസിക്കുകയും അതുപോലെ സിനിമയുടെ ആക്ഷൻ രംഗങ്ങൾ, ക്യാമറ പ്രവർത്തനം ഹോളിവുഡിനെ തൊട്ടറിയുന്ന തരത്തിലാണെന്ന് പറയുന്നുമുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു സിനിമ പോലെ തോന്നുന്നില്ല. ഓരോ ഫ്രെയിമും ഹോളിവുഡിനെ ഓർമ്മിപ്പിക്കുന്നു. ടീസർ കണ്ടാൽ മനസ്സിലാകും. അദ്ദേഹം മലയാള സിനിമയുടെ വളർച്ചയെക്കുറിച്ച് പ്രതീക്ഷയോടെയാണ് സംസാരിക്കുന്നത്. പണ്ട് മലയാളത്തിൽ ചെറിയ ബജറ്റിലുള്ള സിനിമകളായിരുന്നു ഉണ്ടാകാറ്. എന്നാൽ ഇപ്പോൾ മലയാള സിനിമ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നു. അതിനെയാണ് ടൈം എന്ന് പറയുന്നത്. അദ്ദേഹം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞത്.
ആ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അഭിമന്യു സിംഗിന്റെ ഈ വാക്കുകൾ ആരാധകരുടെ പ്രതീക്ഷയെയും ആവേശത്തെയും ഇരട്ടിയാക്കുകയാണ്. ഇപ്പോഴേക്കും ചിത്രത്തിന്റെ ടീസർ അതുപോലെ തന്നെ പോസ്റ്ററുകൾ വമ്പൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കിപ്പോൾ തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എമ്പുരാൻ 2025 മാർച്ച് 27-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. പ്രേക്ഷകർക്ക് ആവേശം സമ്മാനിക്കാൻ വേണ്ടി ആ ഒരു സിനിമ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സിനിമയെ ചുറ്റിപ്പറ്റി സംസാരിക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.